കനകാക്ഷരങ്ങളാൽ കാവ്യപുഷ്പങ്ങളാൽ കാലം കൊളുത്തുന്ന കാർത്തിക ദീപമേ, കലകളുടെ ഗോപുരത്തിരുനടയിലെരിയുന്ന കനകമണി ദീപമായി തെളിയണമേ. സ്വരജതികളാൽ ഇവിടെ മാനവ സ്നേഹത്തിൻ അണയാ വെളിച്ചം നിറഞ്ഞിടുമ്പോൾ അഞ്ജലി കൂപ്പി പ്രണമിച്ചു നിൽക്കുന്നു, ഓംകാരമന്ത്രം ജപിച്ചിടുന്നു. ക്രിസ്തുവർഷം 1940കളിലെ മദ്രാസ് റെസിഡൻസിക്ക് കീഴിലുള്ള മലയാളക്കരയിലുള്ള ഒരു വള്ളുവനാടൻ ഗ്രാമത്തിൽ ഈ നാടകം സംഭവിക്കുന്നു. കാലഘട്ടത്തെക്കുറിച്ചുള്ള സൂചന നാടകം നടക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയിലേക്കുള്ള ചൂണ്ടുവലകയാവും. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദുർഭരണത്തിനെതിരെ കേരളത്തിലെ സാമാന്യ ജനവിഭാഗങ്ങൾ പോലും ചിന്തിച്ചു തുടങ്ങിയ കാലഘട്ടം. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് ഏറെ അടുത്തു തുടങ്ങിയ കാലവും. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും അതിന് സമാന്തര ഭീകരമുഖവുമായ നാടുവാഴിത്വത്തിനെതിരെയും ദേശീയ പ്രസ്ഥാനങ്ങൾക്കൊപ്പം പ്രാദേശിക ട്രേഡ് യൂണിയനുകളും വർഗബഹുജന പ്രസ്ഥാനങ്ങളും സാമുദായിക സംഘടനകളും വരെ വളർന്നു വരുന്ന കാലഘട്ടം. റഷ്യൻ വിപ്ലവത്തിൻ്റെ അലകളുയർത്തിയ ആവേശത്തിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ സോഷ്യലിസ്റ്റ് ആശയങ്ങളിലേക്ക് ആകൃഷ്ടരായിത്തീരുകയും സ്വാതന്ത്ര്യം സായുധ വിപ്ലവത്തിലൂടെ എന്നുറക്കെ പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിക്കുകയും ചെയ്ത കാലം. ചുരുക്കത്തിൽ കലാപകലുഷിതമായ ഒരു കാലഘട്ടം. അവൻ ഇവിടെ വിട്ടുപോകാൻ വഴിയില്ല. സംശയം തോന്നിയ വിസിലടിക്കണം. ആരുമില്ലാന്ന് തീരെയും കഴിഞ്ഞെല്ലാം നേരത്തെ കയറി പണ്ടാരടങ്ങി എല്ലാം ചത്താന്ന്. ഓ ഒന്നിങ്ങി ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടാവുമ്പോ ആവാ. എന്റെ ദേവിയെ, ഈ പാതിരാത്രിയിലും മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കുന്നില്ല ഇവറ്റകള്. ഇതിപ്പോ എത്ര ദിവസമായി തുടങ്ങി. അയ്യോ മാനെ, അറിഞ്ഞില്ല, മാപ്പാക്കണം. അടിയം വിചാരിച്ചു, വേറെ അല്ല. നിന്റെ ഭാര്യയുടെ രഹസ്യക്കാരനെന്ന് വിചാരിച്ചോളായ. അങ്ങനെയുള്ളമാരെ ഇതേപോലെ ഈ മുറ്റത്ത് വന്ന് വിളിച്ചു പോവില്ല. ആ പിന്നെ നീ എന്ത് ധൈര്യത്തിനകത്ത് നോച്ചിട്ടത്? അങ്ങനെയൊക്കെ ചോദിച്ചാ അടിയ എന്താ പറയാ മാനെ? അടിയന്റെ അറിവില്ലായ്മ കൊണ്ടാ. മനുഷ്യനിവിടെ രാപ്പകലില്ലാതെ നെട്ടോട്ട് ഓടുക. ഇംഗ്ലീഷ് കമ്പനിക്കും പൂവത്തൂർ തമ്പുരാനെതിരെ മക്കം അമ്മായിച്ചൂടാൻ ശ്രമിക്കുന്ന സോഷ്യലിസ്റ്റുകൾ ഇവിടെ ഒളിച്ച് താമസിക്കുന്ന അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത്. അങ്ങനെ പറഞ്ഞ നീ വെറുതെ പൊട്ടം കളിക്കണ്ട. ഇല്ല ഇല്ല,
കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കൂട്ടത്തിലെ കണ്ടനെയും കളിയും പോലീസ് പിടിച്ചു കൊണ്ടുപോയത് അറിയാമല്ലോ. അതെ, ഭൂപത്തൂർ കോവിലകത്ത് നിന്ന് നെല്ലും കായ്കറികളും കെട്ടതിന്. പക്ഷേ അവരൊന്നും കെട്ടിട്ടില്ല. തമ്പുരാനെതിരെ സമരം ചെയ്യുന്നവരെ കൂടെ സംഘടിച്ചതിന് അവർക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയെന്നാ ഇവിടുത്തെ സോഷ്യലിസ്റ്റ് തെണ്ടികൾ പറഞ്ഞു നടക്കുന്നത്. അവരങ്ങനെ ചെയ്യുന്നതേ നിങ്ങളൊക്കെ തമ്പുരാനെതിരെ തിരിക്കാനാ. അതായത് നിങ്ങളൊക്കെ കൊലക്ക് കൊടുക്കാൻ. അവരാരൊക്കെന്ന് പറഞ്ഞാ അവന്റെ കുടുംബക്കാര് കത്തിച്ച് കളയാൻ. ഞാൻ അറിഞ്ഞിടത്തോളം അവർ ഈ നാട്ടുകാരല്ല. പിന്നെ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നു. പരിചയമില്ലാത്ത ആരെങ്കിലും ഈ വഴി വന്നോ എന്നറിയാൻ. പരിചയമില്ലാത്തവരെന്ന് പറഞ്ഞ ഇന്നലെ കരം പിരിക്കാൻ ഒരു ശിപായി വന്നിരുന്നു. എന്നും വരുന്ന ആളല്ല, പരിചയമില്ലാത്ത ഒരാളാ. ശിപായി എന്നത് കമ്പനി നിയമിച്ച ഉദ്യോഗസ്ഥനാ. ഞാൻ ചോദിച്ചത് അതല്ല. വല്ല സോഷ്യലിസ്റ്റുകളോ മറ്റോ? സോഷ്യലിസ്റ്റുകളോ അങ്ങനെ പറഞ്ഞല്ല. എന്താ ഏമാനെ ഈ സോഷ്യലിസ്റ്റുകൾ എന്ന് പറഞ്ഞ ഈ നട്ടപ്പാതിർക്ക് നീ എന്നെ ചോദ്യം ചെയ്യാ? ഒന്ന് നീ ഓർത്തോ, അവർ നിങ്ങൾക്ക് മരണം കൊണ്ടുവരുന്നവരാ. ഇംഗ്ലീഷ് കമ്പനിക്കെതിരെ സമരം ചെയ്യുന്ന കോൺഗ്രസ്സുകാരല്ലാത്തവർ മനുഷ്യരല്ല. അവർ ഓരോ നിമിഷവും മരണം അർഹിക്കുന്നു. അവരെ സഹായിക്കുന്നവർക്കും മരണതുല്യമായ ശിക്ഷ തന്നെ. ഇതേ ഞാൻ പറഞ്ഞല്ല, ദിവാൻ എന്ന് പറഞ്ഞ നിയമം. ആ നിയമം ലംഘിച്ചാലുള്ള ശിക്ഷ അതെന്താണെന്ന് നിനക്കറിയാലോ? അറിയാമാനെ. ഇനി അങ്ങനെയുള്ള കാണുകയാണെങ്കിൽ അടി ആട്ടി ഓടിക്കും. അതുമല്ലേ കച്ചേരി വന്ന് വിവരം ധരിപ്പിച്ചോളാം. അങ്ങനെ ചെയ്താൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ കണ്ടനും കാളിയും പോലെ നിന്നെ വല്ല കള്ളക്കേസി കുടുക്കി. കണ്ടനെയും കാളിയും കട്ടൂന്ന് പറഞ്ഞത് കള്ളക്കേസായിരുന്നല്ലേ എന്ന് ഞാൻ പറഞ്ഞോളാം. അയ്യോ ഇല്ല ഏമാനെ. ആവശ്യമില്ലാത്ത കേൾക്കാൻ നിന്നാ ഒന്ന് കത്തിച്ചു കളയാൻ. അയ്യോ അടിയിലൊന്നും കേട്ടിട്ടില്ല. അവര് കുറ്റം ചെയ്ത് തന്നെയാ. ഇനി അതല്ല, ഏതെങ്കിലും സോഷ്യലിൽ വന്നാ അടിയൻ കാണിക്കാം പൂവത്തൂർ തമ്പുരാന്റെ ഉപ്പും ചോറും തിന്നുന്ന ഈ ഇട്ടവൻ ആരാണെന്ന്. അപ്പൊ നീ ആര് കൊള്ളാം? ഉണ്ണുന്ന ചോറിന് കൂറുള്ളവനാ. എടാ ഇവിടെ ഇവിടെ വരാ. എടാ ഈ പെണ്ണുങ്ങളൊക്കെ ചുമ്മാ ഏമാനെ. സാർ എന്താണ് ഇവിടെ അങ്ങനെ ആരും തന്നെ ഇല്ല. അവർ നങ്ങ്യാർക്കുള്ള ഭാഗത്തേക്ക് പോയിരിക്കാണ് സാധ്യത. എങ്കിൽ താൻ അങ്ങോട്ട് എങ്കിൽ പിന്നെ ഈ പെണ്ണുങ്ങളൊക്കെ ഉറങ്ങിക്കോട്ടെ. ഞാനിപ്പോ പോയിട്ട് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ വരുമെന്ന് പറഞ്ഞൊരു പെണ്ണുങ്ങളോട് ഇവിടുത്തെ പെണ്ണുങ്ങളെ തിരക്കി വന്ന പട്ടിയെ തല്ലുന്ന പോലെ തല്ലി കൊല്ലത്തിലുള്ളൂ. ഇവിടുത്തെ പെണ്ണുങ്ങളുടെ ഉറക്കി കിടത്തുന്ന ഇവനൊക്കെ എന്നേക്ക് ഉറക്കി കിടത്തണം. ഇവനെ ഞാൻ വേണ്ട. നിന്റെ ഈ എടുത്തിയാട്ടം കാണിച്ചിട്ട് കാര്യമില്ല. ഏതായാലും ആ ഇൻസ്പെക്ടറുടെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. നീയാണ് ഈ പ്രദേശത്തെ ശ്രദ്ധിക്കപ്പെട്ട നേതാവെന്ന് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. തിരിച്ചറിയാത്ത സ്ഥിതിക്ക് നിങ്ങൾ അവരുടെ കൺമുന്നിൽ പോയി പെടണ്ട മക്കളെ. താനിഞ്ഞു വന്നിടൂ. താനൊരു നല്ല നടനാണ്. നീ നിൽക്കുന്ന അരുണൻ സഖാവിന്റെ അച്ഛൻ പേരുകേട്ട തൃപ്പറ്റ കൃഷ്ണപിള്ളയോളം വലിയ മഹാനടൻ. രണ്ടുപേരും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് കേൾവേട്ട. എന്റെ അച്ഛൻ കോവിലകത്തെ തമ്പുരാനെ രസിപ്പിക്കാനാണ് കഥകളി വേഷം അണിയുന്നത്. എന്നാൽ ഈ പാവം ഇട്ടാമേട്ടൻ അഭിനയിച്ചത് ഈ അടിസ്ഥാന വർഗത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. സോഷ്യലിസ്റ്റുകൾ അവർ മനുഷ്യരല്ലെന്നും മരണം അറിയിക്കുന്നവരാണെന്നും അവരെ സംരക്ഷിക്കുന്നത് പോലും മരണതുല്യമായ ശിക്ഷയ്ക്ക് അർഹമാണെന്നുള്ള ഭീഷണികൾക്കിടയിലും ഞങ്ങളെ സംരക്ഷിക്കാനുള്ള ധീരത ഇട്ടാമേട്ടൻ എവിടുന്ന കിട്ടിയത്? അത് പിന്നെ ഞാൻ പറയാം. ഇട്ടാമേട്ടൻ സ്വാതന്ത്ര്യത്തെ തിരിച്ചറിയുന്നു. സ്വാതന്ത്ര്യം എന്നത് ഇട്ടാമേട്ടൻ പറയാനാവില്ല. കാരണം ജീവിതത്തിൽ ഇതുവരെയും അത് അനുഭവിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ അടിമത്വം അത് ഓരോരുത്തരും കാലങ്ങളായി അനുഭവിച്ചറിയുന്നവരാ ഇവരെല്ലാവരും. അതിനെതിരെ ശബ്ദമുയർത്തുന്നവർ മനുഷ്യരല്ലെന്നും മരണം അറിയിക്കുന്നവരാണ് പറഞ്ഞുള്ള ഒറ്റപ്പെടുത്തലുകൾ. പൂവത്തൂർ തമ്പുരാന്റെ ചാട്ടവാറടികൾ തിന്നുകൊണ്ടാണ് നിങ്ങൾക്കാർക്കും അത് മനസ്സിലാവില്ല. ഇവൾ നീലി മോഷണക്കുറ്റത്തിൽ ജയിലിൽ കഴിയുന്ന കോമന്റെ ഭാര്യ. നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച പുരുഷൻ നിമിഷ നേരം കൊണ്ട് കള്ളനായി മാറിയ മായാജാലം കണ്ട് മനസ്സ് തകർന്ന പെണ്ണ്. കള്ളനാകാനായിരുന്നെങ്കിൽ എന്റെ മൂപ്പർക്ക് അത് പണ്ടേ ആകാമായിരുന്നു.
കാരണം കട്ടിട്ടാണെങ്കിലും പിള്ളേരുടെ പട്ടിണി മാറ്റുന്ന കാലമായിരുന്നു കഴിഞ്ഞതൊക്കെയും. അന്ന് മൂപ്പര് കട്ടിട്ടില്ല. മൂപ്പരൊരിക്കലും അന്യന്റെ മുതൽ ആഗ്രഹിക്കുമല്ല. എന്നിട്ടിപ്പോ അത് കള്ളക്കേസാണെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്ത നീലി പെണ്ണെ. അത് തൊട്ടു മുമ്പ് ആ കാടൻ പോലീസിന്റെ വായെന്ന് ഞാൻ പറഞ്ഞത് കേട്ടതാ. എന്നിട്ട് ഞങ്ങളുടെ കൂട്ടർ തന്നെ ഞങ്ങളെ ചീത്ത വിളിച്ചില്ലേ, എന്റെ മക്കള് കള്ളന്റെ മക്കളാണെന്ന്. കള്ളന്റെ വീട്ടിലേക്ക് കട്ടമുതൽ എടുക്കാനല്ല പോലീസുകാര് വന്നത്, കള്ളന്റെ പെണ്ണിന്റെ മടിക്കോ തയ്ക്കാനാണെന്ന്. ഇവിടെ നീലി കരയുന്നത് പോലെ പലയിടങ്ങളിലും പല പെണ്ണുങ്ങളും കരയുന്നു. ഇംഗ്ലീഷ് കമ്പനിക്കാരും നാട്ടുതമ്പരാക്കന്മാരും കൈകോർത്തവരെ കരയിക്കുന്നു. അവരുടെ കൂടെ ഇരുന്ന് കരയുവാനോ കരയിച്ചവരെ അഹിംസ കൊണ്ട് മാറ്റിയെടുക്കുവാനോ ഇനി നമുക്ക് നേരമില്ല. ആയുധം കൊണ്ട് അധികാരം പിടിച്ചെടുത്തവരെ ആയുധം കൊണ്ട് നേരിടണം. ഉവ്വത്തൂരിലെ തൊഴിലാളികളുടെ ജീവിതം നരകതുല്യമാക്കിയ ഉവ്വത്തൂർ തമ്പുരാൻ വധിക്കപ്പെടണം. അക്കാര്യം നേതൃത്വമായി ഒന്നുകൂടി ആലോചിച്ച്, മാത്രമല്ല കോൺഗ്രസുകാരും സോഷ്യലിസ്റ്റുകളും തമ്മിൽ നേതൃത്വത്തിൽ തന്നെ ഒരു ആശയക്കെതിരെ ചർച്ച നടക്കുന്ന സ്ഥിതിക്ക് മർദ്ദകരും മർദ്ദകരും തമ്മിൽ ഒരു ഐക്യം സാധ്യമല്ല കേൾവട്ട. ഈ നീതിയെ പോലുള്ള ഒരു കണ്ണീര് ഒരു ചർച്ചയ്ക്ക് സാവകാശം തരുന്നില്ല. പ്രയോഗിക്കുന്നത് മരണം അറിയിക്കുന്നവർ നേർക്കാകുമ്പോൾ ആയുധം ഒരു മഹത്തായ ആശയമായി മാറും. ഒരു കനത്ത തിരിച്ചടിയിലൂടെ അവർ തിരിച്ചറിയാൻ പോകുന്നു ഉവ്വത്തൂരിലെ അടിമകൾ പ്രതികരണശേഷിയുള്ളവരാണെന്ന്. അടിയാത്തി പെണ്ണിന്റെ അടിക്കെട്ട് അവരുടെ വിഷരേത സേറ്റുവാങ്ങാനുള്ള ചെറുക്കുത്തല്ലെന്ന്. അച്ഛൻ നിയമപഠനത്തിന് മദ്രാസിലേക്ക് അയച്ച എന്നെ ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചത് നിങ്ങളുടെ കണ്ണീരാ, എന്റെ നാടിന്റെ കണ്ണീരാ. അപ്പോൾ പ്രസ്ഥാനത്തിൽ ഉറച്ചിരുന്നുകൊണ്ട് എനിക്ക് ചെയ്തേ പറ്റൂ കേൾവട്ടാ. അത് തെറ്റാണെങ്കിൽ ഇവർ പറയട്ടെ. പറയൂ നീ, മാനവും ജീവിതവും പണയം വെച്ചുകൊണ്ട് ജീവിതം ജീവിച്ചു തീർക്കണോ അതോ ഇവൻ മരിക്കണം? പറയൂട്ടാ വേട്ട, ഉവ്വത്തൂർ തമ്പുരാൻ മരിക്കണമെന്ന്. അയാൾ ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഒറ്റ ചവിട്ടിനായ എന്റെ മോനവൻ കൊന്നത്. അതോർക്കുമ്പോ ഒറ്റ വെട്ടിനയാളെ. 4 പെൺമക്കൾ വളർന്നു വരുന്ന കണ്ട് പേടിയാകുമ്പോ അത് ഇന്ന് തന്നെ വേണം ആഗ്രഹിക്കുന്നില്ല. അതിനി അധികം സമയം വേണ്ടി വരില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഉവ്വത്തൂരിലെയും സമീപ പ്രദേശങ്ങളിലെ പ്രവർത്തകർക്ക് ഞാൻ കത്ത് കൊടുത്തയച്ചു കഴിഞ്ഞു. നേരവും കാലവും ഒത്തുവരുന്നൊരു ദിവസം നിങ്ങളത് കേൾക്കും. ഉവ്വത്തൂർ തമ്പുരാൻ വധിക്കപ്പെട്ടു. ഒരു വധം ഒരു മാറ്റത്തിന് കാരണമാകുമെങ്കിൽ അത് നടക്കട്ടെ. പൂവത്തൂർ കോവിലകത്ത് നിന്ന് കഥകളിയുണ്ട്. അവിടെ കളിയിറങ്ങിൽ നിന്റെ അച്ഛന്റെ അഭിനിവേശം കണ്ടിരിക്കുന്ന തമ്പുരാൻ ഇപ്പോഴും അറിയില്ല ഇവിടെ അർജുനന്റെ മകൻ ആ തമ്പുരാനെതിരെ തകർക്കാൻ കഴിയാത്ത പത്മവ്യൂഹം ചമച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോളൂ. നിങ്ങളിവിടെ ഒറ്റക്കാക്കിയിട്ട് ഞങ്ങളിവിടെ പോകാനാ. നമുക്ക് ഒരുമിച്ച് നേടാൻ കഴിയുമെങ്കിൽ നമുക്ക് അവിടെ നേരിടാം. വേണ്ട, നിന്റെ എടുത്തുചാട്ടം കാണിച്ചിട്ട് കാര്യമില്ല. ആയുധധാരികളായ പോലീസിനെയും തമ്പുരാനെയും ഇതിനായി നമ്മൾ എന്ത് ചെയ്യാനാ? നമുക്ക് പോകാം. ഞങ്ങൾക്ക് ഇതിൽ കൂടെ ഒന്നും സംഭവിക്കാനില്ല. ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം രക്ഷപ്പെടുത്താൻ ഒളിച്ചോട്ടമായി കരുതണ്ട. വീണ്ടും തിരിച്ചടിക്കാനുള്ള പിന്മാറലായി കരുതിയാൽ മതി. ഇതൊരു ശാപമാണ്. ഏത് പറയാൻ ഇരുട്ടില്ല പറ വേണം ശാപം. അവർ രക്ഷപ്പെട്ടു അല്ലേ? നീ അവരെ രക്ഷപ്പെടുത്തി. മിടുക്കത്തി. സോഷ്യലിസ്റ്റ് കുഞ്ഞുങ്ങൾ ഒളിച്ചു കഴിഞ്ഞത് അടിയാത്തി പെണ്ണുങ്ങളുടെ മടിക്കുത്തിലാണെന്ന് കേട്ടത് ശരി തന്നെയാണ്. അതെ, നാളെ ഞങ്ങൾക്ക് വേണ്ടി ആയുധെടുക്കുന്നവരെ മടിക്കുത്തിലല്ല, മക്കളായി ഗർഭപാത്രത്തിൽ വളർത്താനും ഞങ്ങൾക്ക് മടിയില്ല. ഇതുവരെ കിട്ടിയതൊന്നും പോരാന്നുണ്ടോ നിനക്ക്?
ഒരു പെണ്ണെന്ന നിലയ്ക്ക് ഇനി നിനക്ക് ജീവിച്ചിരിക്കാൻ പരിഗണനയുണ്ട്. അതായത് നമ്മുടെ പോലീസ് കുട്ടന്മാർക്ക് ഇഷ്ടം പോലെ കണ്ട് തിന്നു തീർക്കാനുള്ളത്. പക്ഷേ നീ അവരെ രക്ഷപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്ത നീ ജീവിച്ചിരിക്കുന്നത് വലിയ ക്ഷീണ. ഇപ്പൊ ജീവിക്കുന്ന ജീവിതമാണെങ്കിലല്ലേ ചാകാൻ പേടിയുള്ളൂ. കൊല്ലാനേ കഴിയൂ, തോൽപ്പിക്കാൻ കഴിയില്ല. ശിവനെ, എന്റെ ശിവനെ, എന്താ ചാകാൻ ഇവറ്റക്കടെ ഒരു തിടുക്കം. ഹൗ ആ കഥകളിയുടെ രസം പോലും കളഞ്ഞിട്ട് നോമിങ്ങോട്ട് വന്നതേ. നമ്മെ കൊല്ലാൻ തക്കം പാർത്തിരിക്കുന്നവര് ആരെന്നറിയാൻ തന്നെയാ. ആ രസം നീയായിട്ട് അങ്ങോട്ട് കളഞ്ഞു. ഹൈ, ആ കഥകളിയുടെ കാഴ്ചവട്ടങ്ങൾ കാണാൻ കഴിഞ്ഞില്ലാലും ഒരു ദുശാസന മതം കാഴ്ചവട്ടങ്ങൾ മനസ്സിൽ കരുതിയിട്ട് തന്നെയാ നാം ഇങ്ങോട്ട് വന്നത്. അതെങ്ങോട്ട് വെറുതെ പാടുന്നോ? അതുകൊണ്ട് നാളെ ഇവിടെ കൂട്ടം കൂടുന്നവർക്ക് കണ്ട് ബോധ്യപ്പെടാൻ ഒരു കലാകാരനും കലാകാരിയും സമൂഹത്തിന് വെളിച്ചം പകർന്ന് എരിഞ്ഞുതീരുന്ന എണ്ണവിളക്കുകളാണെന്ന ബോധമാണ് ഈ നാടകത്തിൻ്റെ ആധാരം. ഒപ്പം ചോര ചിന്തുന്ന പോരാട്ടങ്ങളെന്നും വേദനയുടെയും നഷ്ടപ്പെടലിൻ്റെയും കണ്ണീർ കഥ പറയുന്നു എന്ന തിരിച്ചറിവുമുണ്ട്. ഒരു മഹാസംസ്കാരത്തിൻ്റെ നിർമ്മിതിയിൽ ഹോമിക്കപ്പെട്ട ചരിത്രമറിയാത്ത അനേക ജീവിതങ്ങൾക്കുള്ള ആദരാഞ്ജലി കൂടിയാണ് ഈ നാടകം. നാളെയുടെ ചരിത്രത്തിനൊന്നും സംഭാവന ചെയ്യാനില്ലാത്ത നമ്മൾക്ക് ജീവിത രക്തം കൊണ്ട് ചരിത്രമെഴുതിയ ആ ഭൂതകാലങ്ങളെക്കുറിച്ച് ഓർമ്മകളിലെങ്കിലും ഉണ്ടായിരിക്കണം. ആ ഓർമ്മകൾക്ക് വേണ്ടി ഞങ്ങളിതാ തെളിയിക്കുന്നു കളിവിളക്ക്. ചൊല്ലിയാട്ടം അത് ഇളകിയാണ്, ചിലപ്പോഴൊക്കെ മുറുകിയാണ്. ഇതല്ല, നീ വേറെ വല്ല ആട്ടം ഉണ്ടെങ്കിൽ അതുകൂടെ കഴിഞ്ഞിട്ട് എന്റെ കൃഷ്ണപിള്ള ആശാൻ കളി നിർത്തുന്നതാ തോന്നുന്നു. എന്റെ ഒരു ഗതികേടി. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പോയി തലയായിക്കാൻ. ആന്ന് കുറെ ദിവസം ആയല്ലോ ഓത്തുത്തമ്പുരാന്റെ അനന്തരവേള കഥകളി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അരങ്ങേറ്റം കുറിക്കണമെന്നും പറഞ്ഞേ വെട്ടിക്കറി കിടക്കുക എന്റെ കൃഷ്ണപിള്ള ആശാനെ. വട്ട അല്ലെങ്കിൽ പിന്നെ ഈ കാര്യത്തിനിടയ്ക്ക് എവിടെയെങ്കിലും അങ്ങോട്ട് പോയി കഥകളി എടുക്കാൻ പോയിട്ടുണ്ടോ? അരങ്ങേറ്റം കുറിക്കാൻ പോയിട്ടുണ്ടോ എന്ന് ഈ തിന്നെ സൂചിച്ചിരുന്ന തമ്പുരാട്ടി പെണ്ണുങ്ങൾക്ക് ഇതല്ല, ഇതിന്റെ അപ്പുറം തോന്നും. ചിലപ്പോ തോന്നും കഥകളി പഠിക്കും, വേറെ ചിലപ്പോ തോന്നും കുതിരപ്പുറത്ത് കയറണം, പിന്നെ ചിലപ്പോ തോന്നും തെങ്ങിന്റെ മണ്ടയിലോട്ട് കയറണം. ഇതൊക്കെ സഹായിച്ചു കൊടുക്കാനേ കൃഷ്ണപിള്ള ആശാന്റെ കൂട്ട് കുറെ മണ്ടന്മാര്. ആന്ന് കാലം കുറെ ആയല്ലോ കൃഷ്ണപിള്ള ആശാന്റെ ചുട്ടിക്കാരനായിരുന്നു. ഈ കാലത്തിനിടയ്ക്ക് ഈ ഉത്തരാസ്വയംവരത്തിന് തന്നെ എത്ര പേർക്ക് ചുട്ടി എന്തെന്നെല്ലാം കളികൾ കണ്ടു. പക്ഷേ ഈ തമ്പുരാട്ടി പെണ്ണിന്റെ ഉത്തരയോളം ലക്ഷണം കെട്ടൊരുത്തരെ എന്റെ ജീവിതത്തിൽ കണ്ടു.
ഇവിടെ പല്ലുവായ ഇരിക്കത്തെ അപ്പുകുട്ടമ്പിള്ള അങ്ങേറെ ഉത്തരയെ കാണുന്ന പോലും ലേശം കമ്പം തോന്നാഴികയില്ല. പക്ഷേ ഈ തമ്പുരാട്ടിപ്പണ്ണിന്റെ രസാവനം കാണുമ്പോഴേ ആവണക്കെണ്ണ മേമ്പടി ചേർത്ത് കഷായം കുടിക്കുന്നൊരു പ്രതീതിയാ. അല്ലെങ്കിൽ തന്നെ ഈ തമ്പുരാട്ടിപ്പണ്ണിങ്ങളുടെ മുഖത്ത് അഹംഭാവം എന്നിട്ട് എന്ത് ഭാവാ വരിക? ഞാനിപ്പോ ഇതാരോടാ ഇത്രയും നേരം ചിലച്ചോണ്ടിരുന്നത്? ചെവിയാക്കാൻ വയ്യാത്ത ഈ പണ്ടാരത്തിനോട് ഒന്നുമില്ലേ? ചൂടുവെള്ളം വേണോ? ഇപ്പം കൊണ്ടുവരാം. ഓ, ചൂടുവെള്ളത്തിനുള്ള മുദ്ര ഇതാണല്ലേ. അപ്പൊ ഞാനും കഥകളി പഠിച്ചേ. അയ്യോ, വരുന്നൊരു പാരമുദ്ര. അല്ല, നാമം ജപിക്കുക, മുദ്രാനാമം. അതെ, ഇപ്പൊ അങ്ങോട്ട് പോയ നാണപ്പേട്ടന്റെ ഏട്ടത്തിയാണല്ലേ. കൗട്ടമ്മയ്ക്ക് ചെവിക്കല്ല തയ്യാറാണ്. എന്റെ ചെവിക്കല്ലടോ, തന്റെ തൊണ്ടയ്ക്കാ കുഴപ്പം. എനിക്കൊന്ന് ഉറക്കെ പറഞ്ഞുവിടോ ചുട്ടിക്കാരാ. അതെ, കാര്യം ചുട്ടിക്കാരനാണെങ്കിലും എനിക്ക് എന്റെ പേര് ചുട്ടിക്കാരൻ നല്ല അച്ഛനമ്മ ഇട്ടിരിക്കണേ. അപ്പുണ്ണിയമാ ചുട്ടിക്കാരൻ. എന്താ ഒന്ന് പോടോ. അതെ, അപ്പുണ്ണിന്നല്ലേ ആദ്യം പറഞ്ഞത്. അപ്പൊ ആദ്യം കേട്ടിട്ട് തന്നെ അല്ലേ വീണ്ടും ചോദ്യം. അതെ, സകല എണ്ണത്തിനും വട്ടാണല്ലേ. അപ്പുറത്ത് കഥകളെ എണ്ണം, ഇപ്പുറത്ത് എന്താ ഈ കൃഷ്ണനെ കാണാമെന്നാണ്. എന്റെ പ്രായത്തിനിടയ്ക്ക് എത്ര തവണ ഉത്തരാസവരെ കണ്ടിരിക്കുന്നു അറിയാമോ? എനിക്കറിയില്ല. ഒരു 100 തവണ കണ്ടിരിക്കുന്നു. ഉത്തരാസവര കഥകളി എന്നും ഒരേ കഥ, ഒരേ പദങ്ങൾ, ഒരേ മുദ്രകൾ. ചുരുക്കി പറഞ്ഞ കണ്ടു മടുത്തിരിക്കണു. ദുരുദ്ദേശത്തിലൊന്നുമല്ല. എന്റെ അതേ അഭിപ്രായമുള്ള ഒരാളെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. അതുകൊണ്ടാ ഈ എല്ലാവർക്കും അറിയാവുന്ന കഥ ഇങ്ങനെ ബ്ലും 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 എന്ന് പറയുന്ന ഒരു ഠിമ്മ് അങ്ങോട്ട് പറഞ്ഞാലേ ബാക്കിയുള്ളവരെ പോയി വിശ്രമിക്കാലോ. ഞാൻ പറഞ്ഞത് അതല്ലടോ. പിന്നെന്താ? ഉത്തരാസവര കഥ എന്താ? കുചേലവധം. അതല്ലടോ, ഞാൻ പറഞ്ഞു തരാം. വിരാട രാജാവിന്റെ മകളെ വേഷപ്രച്ഛന്നനായി വന്ന് അർജുനൻ നൃത്തം അഭ്യസിപ്പിക്കുന്നു. മകൾ ഉത്തര അർജുനനിൽ അനുരക്തിയാണെന്നറിഞ്ഞ് രാജാവ് മകളെ അർജുനനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു. ശിഷ്യ മകൾക്ക് സമമാണെന്നും പറഞ്ഞ് അർജുനൻ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു. പകരം മകൻ അഭിമന്യുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഉത്തരയുടെ പ്രണയം അർജുനൻ തിരസ്കരിക്കുന്നത് ഒരു 100 തവണ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. പാവം ഉത്തരേ, ഈ കഥയ്ക്ക് ഒരു മാറ്റം വേണ്ടടോ ചുട്ടിക്കാരാ. ക്ഷമിക്കണം, ഈ കഥയൊക്കെ മാറ്റി എഴുതാന്ന് പറഞ്ഞാൽ അതെനിക്കൊരു വലിയ പരീക്ഷണമായിരിക്കും. കാരണം എനിക്ക് അക്ഷരം അറിയില്ല, എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അതിന് താൻ ബുദ്ധിമുട്ടണമെന്നില്ലല്ലോ. ഉത്തരാസ്വയംവര കഥ ഇന്നിവിടെ മാറ്റി എഴുതപ്പെടും. അർജുനന്റെ മനസ്സ് മാറ്റി കാണും. അതെ, ആ കള്ളകൃഷ്ണന്റെ പണിയാ. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഭ്രാന്തേ. ഈ കഥയെ കൊണ്ട് വേഗമായിട്ട് അവസാനിപ്പിച്ചാലേ ബാക്കിയുള്ള വരി അവരുടെ ജോലി നോക്കാലോ. അല്ല, ഈ അർജുന ആളെങ്ങനെ കുടിക്കോ? സാധനം ഉണ്ടോ? ആശാൻ കുടിക്കില്ല. ഞാനും നാളപ്പേട്ടൻ ലേശം ലേശം കഴിക്കും. പൂജ എടുത്തുണ്ട്. താൻ എന്തെന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കണേ? കള്ളും കൊണ്ട് നടക്കുന്ന ബാല്യക്കാരി എന്നാ? ഞാനേ അനുപമ തമ്പുരാട്ടിയുടെ തോഴിയാടോ. കൃഷ്ണപിള്ളാശൻ കുടിക്കുമെന്ന് ചോദിച്ചതേ ഉത്തരയെ പിടിച്ചങ്ങടെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് സ്വഭാവശുദ്ധി ഒന്ന് ഉറപ്പുവരുത്താനാ. മനസ്സിലായോ ചുട്ടിക്കാരാ? ഇല്ല, ഈ കഥകളി പോലെ മനസ്സിലാകാത്ത രീതിയിലാണല്ലോ കൗട്ടമ്മ കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. എന്നാ മനസ്സിലാക്കി തരാം. പണ്ട് അർജുനൻ ഉത്തരയെ നൃത്തം പഠിപ്പിച്ചതുപോലെ ഇവിടെ കൃഷ്ണപിള്ളാചാൻ കഥകളി പഠിപ്പിച്ചത് ആരേ? ഒന്ന് പോടോ, നമ്മുടെ അനുപമ കുഞ്ഞിനെ. പണ്ട് ഉത്തരയ്ക്ക് അർജുനോട് പ്രണയമുണ്ടായതുപോലെ നമ്മുടെ അനുപമ കുഞ്ഞിന് കൃഷ്ണപിള്ളാചാനോട് പ്രണയം. അച്ഛനോളം പ്രായമുള്ള ആശാനോടോ? എടോ, പ്രായം കൂടുതലുണ്ടെങ്കിൽ എന്തോടോ, പേര് പ്രശസ്തിയില്ലേ? ഓരോരുത്തർ തമ്പുരാൻ അനുപമ കുഞ്ഞിന് ഏതാഗ്രഹം സാധിച്ചു കൊടുത്തിട്ടുണ്ട്. കഥകളി പഠിക്കണമെന്ന് പറഞ്ഞു, അത് സാധിച്ചു കൊടുത്തു. ഇനിയിപ്പോ ഇതും സാധിച്ചു കൊടുക്കും. അറിയാവോ? ഇതുവരെ അറിയിച്ചിട്ടില്ല. പക്ഷേ ഇന്നറിയിക്കും, വേളിയും ഉറപ്പിക്കും. ഹായ്, ഹരണിലെ അർജുനെയും ഉത്തരയും ഒന്ന് കാണണോ? എന്താ പൊരുത്തം! താൻ നോക്കിക്കോ, ഉത്തരാസ്വയംവരം ഇന്നത്തോടെ തിരികെ എഴുതപ്പെടും.
58, 23, 58. മോനെ, അരുണാ, നീ എന്താ രാത്രി ഇങ്ങോട്ട്? ഒച്ച വെക്കരുത്, പറയാം. നീ മദ്രാസിൽ പഠിക്കാൻ പോയിട്ട് ഇപ്പൊ അത് ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി വന്നാ. നിന്റെ മുഖം കൊണ്ടായിരുന്നു നീ അച്ഛനെ കാണാനൊന്നും വന്നല്ലെന്ന്. നീ ആരെയാ പേടിക്കുന്നത്? പോലീസിനെ, ബ്രിട്ടീഷ് കമ്പനിയുടെയും പൂവത്തൂർ തമ്പുരാന്റെയും എച്ചിൽ തിന്നുന്ന കൊലിച്ചു പട്ടികളെ പോലീസിനെ. പോലീസിനെ നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്താ കട്ടത്? നിന്റെ അച്ഛൻ കൃഷ്ണപിള്ള ആശാൻ ഇതെങ്ങാനും അറിഞ്ഞാൽ എന്താണ് നീ കട്ടത്? ഒന്നോ പണമോ? ഞാനൊന്നും കട്ടില്ല. പിന്നെ നീ എന്തിനാ പോലീസിനെ പേടിക്കുന്നത്? ബ്രിട്ടീഷ് കമ്പനി ഇന്ത്യ വിട്ടു പോകണമെന്ന് ആഗ്രഹിച്ചത്. സ്വരാജ്, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം, സമത്വം, അത് 98% വരുന്ന അധ്വാനിക്കുന്ന ജനങ്ങൾക്ക് കൈവരുന്നതിന് സംസാരിച്ചേൻ. ബ്രിട്ടീഷ് മർദ്ദനങ്ങൾ നാട്ടുമാതൃകയാക്കിയ പൂവത്തൂർ തമ്പുരാനെതിരെ തിരിച്ചടിക്കുന്നതിന് പദ്ധതികൾ ആസൂത്രണം ചെയ്തതിന് തൽക്കാലം ഇത്രയും പറഞ്ഞാൽ മതി. എന്റെ പൊന്നു മോനെ, നീ എന്ത് അബദ്ധമായി കാട്ടിയിരിക്കുന്നത്? തമ്പുരാൻ എഴുതാൻ പ്രവർത്തിച്ചിട്ടേ നീ ഇപ്പൊ കയറിയിരിക്കുന്നത് പോലാത്ത തമ്പുരാൻ. അറിയാം, എന്നെ അന്വേഷിച്ചു വരെ ഇടയില്ലാത്ത ഒരേ ഒരു സ്ഥലം ഇതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് ഓടിക്കറിയത്. തമ്പുരാനെ കാണുന്നത് അറിഞ്ഞാൽ തമ്പുരാനെന്നല്ല, ഇവിടെ മറ്റാർക്കും തന്നെ അറിയില്ല. പൂവത്തൂരിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന സമരപ്രവർത്തകർ ഞാനാണ്. നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അറിയാം, അറിവില്ലാത്ത നിങ്ങളെപ്പോലുള്ളവർക്ക് എന്താണ് വർഗസമരമെന്നും പ്രസ്താവനമെന്നും മനസ്സിലാക്കാൻ ലഘുലേഖനമാണ്. അവർ പിടിച്ചെടുത്തുകൂടാ, ഇവിടെ എവിടെയും ഒളിപ്പിച്ചു വെക്കണം.